നീണ്ടകര ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറെ സ്ഥലം മാറ്റി. അസിസ്റ്റന്റ് ഡയറക്ടർ തസ്ലീമ ബീഗത്തെയാണ് മാറ്റിയത്. കാണാതായ ഗൗതം കൃഷ്ണയുടെ അമ്മയുമായി കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയ്ക്കിടയിലുണ്ടായ പരാമർശം വിവാദമായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മനോജ് വിവരങ്ങൾ നൽകും. മനോജ്, ഈ ഉദ്യോഗസ്ഥയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ മോശം പരാമർശം അങ്ങേയറ്റം വിവാദവും അതോടൊപ്പം തന്നെ കേരളത്തിലൊട്ടാകെ ചർച്ചയായതാണ്. എന്താണ് ഈ നടപടിയുടെ അടിസ്ഥാനം? മുതിർന്ന ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർക്കെതിരെ പറഞ്ഞത്? ഈ ഗൗതം കൃഷ്ണയുടെ അമ്മയുമായി നടന്ന ചർച്ചയ്ക്കിടെയാണ് ഇത്തരത്തിലൊരു പരാമർശം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. ഇതിൽ വലിയ തരത്തിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റൽ നടപടി എടുത്തിട്ടുള്ളത്. എന്തായാലും ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ 9ാം ദിവസവും തുടരുകയാണ്. ഇന്ന് നീണ്ടകര ഈ പുലിമുട്ടിന് സമീപമാണ് ഇപ്പോൾ ഇവിടെ കൂടുതൽ വള്ളങ്ങൾ എത്തിച്ച് ഈ പരിശോധന തുടരുന്നത്. കഴിഞ്ഞ ദിവസം മുഴുവനും ഈ തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററും ഷിപ്പും ഇവിടേക്ക് എത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. വലിയ രീതിയിലൊരു പരിശോധന തന്നെ ഈ ഭാഗത്തൊക്കെ നടത്തും എന്നുള്ളതാണ് നമുക്ക് കോസ്റ്റ് ഗാർഡിൽ നിന്ന് ലഭിക്കുന്ന സൂചന. എന്തായാലും കടലിൽ മഴ പെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ കാറ്റും ശക്തമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി കൂടുതൽ പരിശോധനയിലൂടെ ഈ ഗൗതമിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് നേരത്തെ 9 ദിവസമായി നടന്ന തെരച്ചിൽ കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ളതാണ് ഈ വീട്ടുകാരുടെ പരാതി. ഈ ആദ്യ 7 ദിനം ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗൗതമിനെ കിട്ടിയേനെ എന്നുള്ളതാണ് അമ്മ രേഷ്മ അടക്കം പറയുന്നത്. അതിനുശേഷം വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് ഈ നടപടിയിലൂടെ മനസ്സിലാകുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൻ്റെ ആവശ്യം പറയുമ്പോൾ ഇത്തരം പരാമർശങ്ങൾ നടത്തി അവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെയും. അതുകൊണ്ട് തന്നെ ഈ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ശരിയായ രീതിയിലല്ല പെരുമാറ്റം ഉണ്ടായതെന്ന് അന്ന് തന്നെ പരാതി ഉയർന്നിരുന്നു. അതിനുശേഷമാണ് നടപടിയെടുത്തിട്ടുള്ളത്. ഓക്കെ മനോജ്, എന്തായാലും വ്യക്തമാണ്. നീണ്ടകരയിൽ ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. മനോജാണ് നീണ്ടകരയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.